ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആരോഗ്യമുള്ള ബാല്യം, കരുത്തുറ്റ ഭാവി. വേനൽ അവധിക്കാലത്തിലാണ് കുട്ടികൾ. പാടത്തും പറമ്പിലും ഓടിയും ചാടിയും കാണുന്ന മരത്തിലെല്ലാം വലിഞ്ഞു കയറിയും തോട്ടിലും പുഴയിലുമെല്ലാം മീൻ പിടിച്ചും നീന്തിക്കുളിച്ചുമെല്ലാം അവധിക്കാലം ആഘോഷത്തിമിർപ്പാക്കുന്ന ഒരു കാലമായിരുന്നു പണ്ട്. കുട്ടിയും കോലും, ഒളിച്ചുകളി, കാൽപന്ത് കളി, ചാക്കിൽ കയറി ഓട്ടം, അങ്ങനെ ഒത്തിരി കളികൾ. മില്ലേനിയം കുട്ടികളായ ഇന്നത്തെ യുവാക്കൾക്ക് ഈ പറഞ്ഞതെല്ലാം ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണെങ്കിൽ ജെൻസി കുട്ടികൾക്ക് ഇതൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടാകില്ല. കാരണം ഇന്ന് കാലം മാറി, കഥ മാറി, കളികളും മാറി. ഇന്ന് പാടവുമില്ല, പറമ്പുമില്ല, നീന്താൻ തോടുമില്ല, ഉള്ള തോട്ടിലൊന്നും വൃത്തിയുള്ള വെള്ളവുമില്ല. നവയുഗ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം അവധിക്കാല കളികൾ ഓൺലൈനിലാണ്. മൊബൈൽ ഗെയിമിങ്ങും കാർട്ടൂണുകളും ആനിമയും ഒക്കെയാണ് ന്യൂജൻ കുട്ടികളുടെ അവധി ആഘോഷങ്ങൾ. ചുരുക്കം ചിലരെ രക്ഷിതാക്കൾ നിർബന്ധിച്ച് അവധിക്കാല ക്യാമ്പുകളിലും മറ്റും ചേർക്കും. അവിടെ ഒരുപക്ഷെ നീന്തലും ഫുട്ബോളും ക്രിക്കറ്റുമൊക്കെ ഉണ്ടാകും. എങ്കിലും കേരളമാകെ പൊള്ളുന്ന ഈ ചൂടിൽ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാൻ രക്ഷിതാക്കളും ഒന്ന് മടിക്കും. ഫലമോ കുട്ടികൾ വീണ്ടും മൊബൈൽ അല്ലെങ്കിൽ ഓൺലൈൻ ലോകത്തിലേക്ക് ചുരുക്കപ്പെടും. ശാരീരിക വ്യായാമമോ കായിക പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാതെ ഡിജിറ്റൽ ലോകത്ത് വിരാജിക്കും. കയ്യിൽ ഉപ്പോ പഞ്ചസാരയോ ചേർത്ത സ്നാക്സ് പാക്കറ്റുകളുമായി മണിക്കൂറുകളോളം ഓൺലൈനിൽ മുഴുകുന്ന കുട്ടികൾ. അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് കാഴ്ചക്കുറവും അമിതവണ്ണവും ഹോർമോണൽ തകരാറുകളും ഒപ്പം ചില മാനസിക പ്രശ്നങ്ങളുമായിരിക്കും. അതെ, സാവധാനം കുട്ടികൾ പോലും അറിയാതെ അവർ ജീവിതശൈലീ രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ്. കുട്ടികളിലെ ജീവിതശൈലീ രോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്താ തരംഗിണി. തെറ്റായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, ഫോണിലോ ടിവിയിലോ അമിതമായ സ്ക്രീൻ സമയം, മാനസിക സമ്മർദ്ദം എന്നിവ കാരണം കുട്ടികളിൽ അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു. അവയെക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പീഡിയാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ മോഹൻദാസ് നായർ. ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ദിവസേനയുള്ള ജീവിത രീതികൾ, ഉദാഹരണത്തിന് ഭക്ഷണ രീതികൾ, വ്യായാമം, ഉറക്കം, മാനസിക സമ്മർദ്ദം ഇവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി അമിതവണ്ണം അഥവാ ഒബീസിറ്റി, പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്, ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗങ്ങൾ, ചിലതരത്തിലുള്ള ക്യാൻസർ ഇവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്? വ്യായാമവും കുറഞ്ഞു വരുന്നു. ഭക്ഷണ രീതി പാടെ മാറിപ്പോയി. കൂടുതലും ജങ്ക് ഫുഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ശാരീരിക അധ്വാനത്തിന് പകരം വളരെയേറെ സമയം മൊബൈൽ, TV, വീഡിയോ ഗെയിംസ് എന്നിവയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാരീരികമായ അധ്വാനം വളരെ കുറവാണ്. കൂടുതൽ സമയം മൊബൈൽ ഫോണിലും മറ്റും ചിലവഴിക്കുന്നത് മൂലം ഉറക്കക്കുറവും ഇന്നത്തെ തലമുറക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ചേർന്നാണ് ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ ഈ രോഗങ്ങൾ പൂർണ്ണമായും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള ജനിതക ഘടകങ്ങളും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മാതാപിതാക്കൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ജനിതകമായ ഒരു പ്രിഡിസ്പോസിഷൻ വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതശൈലി നിയന്ത്രിക്കുന്നത് വഴി അത് വരാനുള്ള സാധ്യത നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പുറം കാഴ്ചയിൽ കുട്ടികൾ തടിച്ചുരുണ്ടിരിക്കുന്നത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ജങ്ക് ഫുഡുകൾ നൽകുന്ന ഈ അമിതഭാരം ഭാവിയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ശീലിപ്പിക്കുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാനാവൂ. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ
ഡോക്ടർ പ്രിയ ശ്രീനിവാസൻ. അച്ചടക്കമില്ലാത്ത ഭക്ഷണ രീതികൾ, വ്യായാമത്തിലെ കുറവ്, ഉറക്കക്കുറവ്, ടി.വി., മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം മൂലം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതവണ്ണം, പൊണ്ണത്തടി എന്നിവ കണ്ടുവരുന്നു. കുടുംബാരോഗ്യ സർവേ 5 പ്രകാരം കേരളത്തിലെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലെ അമിതവണ്ണം 4%. ഈ അവസ്ഥ പലപ്പോഴും 2ഉം 3ഉം വയസ്സിൽ തുടങ്ങുന്നു. അമ്മയുടെ മുലപ്പാലിന് പകരം കുപ്പിപ്പാലിൽ തുടങ്ങി കുഞ്ഞുങ്ങൾ ബേക്കറി പലഹാരങ്ങൾ, ബിസ്ക്കറ്റ്സ്, ജ്യൂസുകൾ, കേക്കുകൾ, വറവ് പലഹാരങ്ങൾ, ലെയ്സ്, ഹോട്ടൽ ഭക്ഷണം, പൊറോട്ട, മൈദ വിഭവങ്ങൾ, കോളകൾ എന്നിവ കഴിക്കുമ്പോൾ നാം അറിയേണ്ടത് ഇത്തരം ഭക്ഷണ രീതികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളിൽ കാണുന്ന അമിതവണ്ണം ഭാവിയിൽ അമിത BP, അമിത കൊളസ്ട്രോള്, ഡയബറ്റിസ്, രക്തധമനി രോഗങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. ഇത്തരം അവസ്ഥകൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്തുകയും പ്രിമച്വർ ഡെത്ത് അഥവാ ആയുസ് എത്താതെയുള്ള മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സ്കൂൾ ടിഫിൻ പോഷക സമൃദ്ധമായിരിക്കണം. പ്രായത്തിനനുസരിച്ചുള്ള അളവിൽ കൊടുക്കുക. ഇതിനോടൊപ്പം പ്രായത്തിനനുസരിച്ചുള്ള കളികളിൽ ഏർപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ലോകാരോഗ്യ സംഘടന പറയുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 3 മണിക്കൂർ വിവിധ തരം കളികളിൽ ഏർപ്പെടണം എന്നതാണ്. മേലനങ്ങിയുള്ള അല്പം വിയർക്കുന്ന തരത്തിലുള്ള കളികളായിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ രാവിലെ 6:30 മുതൽ 7:30 മണി വരെയോ വൈകുന്നേരം 5 മുതൽ 6 മണി വരെയോ കളിക്കാം. TV, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കണ്ണ്, കഴുത്ത്, നടു, തലച്ചോറ് എന്നിവയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. പുറത്തുള്ള കാര്യങ്ങൾ കാണാതെയും കേൾക്കാതെയും അറിയാതെയും വളരുന്ന കുഞ്ഞിന്റെ ബുദ്ധിവികാസം വ്യത്യസ്ത രീതിയിലായിരിക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ പലതരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ചെവിയിൽ തിരുക്കി വെക്കുന്ന ഇയർഫോൺ വഴി ഉച്ചത്തിൽ പാട്ടും മറ്റും സ്ഥിരമായി കേൾക്കുമ്പോൾ കേൾവിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ വളർന്നു വരേണ്ടവരാണ്. കൃത്യമായ വേളകളിൽ ഭാരം, പൊക്കം എന്നിവ നോക്കി പ്രായത്തിനനുസരിച്ചാണ് എന്ന് ഉറപ്പുവരുത്തുക. പ്രമേഹം അഥവാ ഡയബറ്റിസ് മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികൾക്കും ഇന്ന് വില്ലനായി മാറിയിരിക്കുന്നു. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് 1 പ്രമേഹമാണെങ്കിലും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ടൈപ്പ് 2 പ്രമേഹവും കുട്ടികളിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം ഡോക്ടർ ഷെറിൻ ആൻഡ് ജോർജ്. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന ജീവിതശൈലി നാളത്തെ അവരുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ടൈപ്പ് 2 ഡയബറ്റിസ് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ടൈപ്പ് 2 ഡയബറ്റിസ് എന്നത് ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കാത്ത അവസ്ഥയാണ്. ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. പഴയ കാലത്ത് ഇത് മുതിർന്നവരിൽ മാത്രം കണ്ടിരുന്നെങ്കിൽ ഇന്ന് ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാരണം കുട്ടികളിലും കൂടുതലായി കണ്ടുവരുന്നു. ഇതിന് പ്രധാന കാരണങ്ങൾ അമിതവണ്ണം, വ്യായാമക്കുറവ്, ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, കുടുംബചരിത്രം എന്നിവയാണ്. ലക്ഷണങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് വ്യക്തമായ ലക്ഷണങ്ങൾ ഇല്ലാതെയും രോഗം കണ്ടെത്തപ്പെടാം. അധിക ദാഹം, അധികമായ മൂത്രമൊഴുക്ക്, ക്ഷീണം എന്നിവയും പ്രധാന ലക്ഷണങ്ങളാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, HbA1c, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് മുതലായ പരിശോധനകൾ ഉപയോഗിച്ച് രോഗനിർണയം നടത്താവുന്നതാണ്. പരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജീവിതശൈലി മാറ്റം തന്നെയാണ്. ഈറ്റ് സ്മാർട്ട്, മൂവ് മോർ. ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കുക. ജങ്ക് ഫുഡ്, പഞ്ചസാരയുള്ള പാനീയങ്ങൾ കുറയ്ക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ഹോൾ ഗ്രെയിൻസ് എന്നിവ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും കുറഞ്ഞത് 60 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. വീടിന് പുറത്തുള്ള കളികൾ, സൈക്ലിംഗ്, ഓട്ടം, നീന്തൽ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കാം. ശരീരഭാരം നിയന്ത്രിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാഴ്ചക്കുറവ്. ഒരിടത്തരം ക്ലാസ് മുറിയിൽ നോക്കിയാൽ പോലും കണ്ണട വെച്ച കുട്ടികൾ ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും ഉണ്ടാവും. ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുകയാണ് കാഴ്ചക്കുറവ്. മണിക്കൂറുകളോളം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും നോക്കിയിരിക്കുന്നത് കണ്ണിന് വലിയ സമ്മർദ്ദം നൽകുന്നു. ഇത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന അവസ്ഥയിലേക്കും തുടർച്ചയായ തലവേദനയിലേക്കും കാഴ്ചശക്തി കുറയുന്നതിലേക്കും നയിക്കുന്നു. കോട്ടയത്ത് നിന്നും ഒഫ്താൽമോളജിസ്റ്റായ ഡോക്ടർ ദേവി കാർത്തിയ വാർത്താ തരംഗിണിയോട്. സ്ക്രീനുകളുടെ അമിതമായ ഉപയോഗം നേത്രാരോഗ്യത്തെ സാരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു.
ഇതിൽ പ്രധാനമായ ഒന്ന് വർദ്ധിച്ചു വരുന്ന മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി, അതായത് ദൂരേക്കുള്ള കാഴ്ച മങ്ങിപ്പോവുക എന്ന അവസ്ഥയാണ്. 2050 50% കുട്ടികൾ മയോപ്പിയ ബാധിതരായേക്കാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വിശ്രമം ലഭിക്കാതെ ദീർഘനേരം സ്ക്രീനിൽ നോക്കുമ്പോൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഉണ്ടാകാം. തലവേദന, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുക, കണ്ണിനു ചുറ്റും വേദന, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ അപ്പോൾ കുട്ടികൾക്കുണ്ടായേക്കാം. അതുപോലെ തന്നെ ഒരുപാട് സമയം കണ്ണുകൾ ചിമ്മാതെ നോക്കിയിരിക്കുമ്പോൾ കണ്ണിലെ കണ്ണീരിൻ്റെ അളവിലും ഘടനയിലുമൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഡ്രൈ ഐ എന്ന അവസ്ഥയിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. ചില കുട്ടികളിൽ ദൂരെ നോക്കിയതിനു ശേഷം അടുത്തുള്ള വസ്തുക്കളെ കേന്ദ്രീകരിച്ച് നോക്കാനായി ബുദ്ധിമുട്ടുണ്ടാകാം. ചിലർക്ക് കോങ്കണ്ണുകൾ ഉണ്ടാകാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നിന്ന് സ്ക്രീനുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നേരം സ്ക്രീൻ ഉപയോഗം വന്നാൽ 20 മിനിറ്റ് ഇടവേളകളിൽ 20 സെക്കൻഡ് സമയത്തേക്ക് 20 അടി ദൂരെയുള്ള വസ്തുവിനെ നോക്കാനായി കുട്ടികളെ ശീലിപ്പിക്കുക. പുറത്ത് കളിക്കാനായി സമയം കൂടുതൽ കൊടുക്കുക. ഇത് മയോപ്പിയ വരാനുള്ള പ്രവണത തന്നെ കുറയ്ക്കുന്നു. ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ മുറിക്കുള്ളിലിരിക്കുന്നത് കുട്ടികളുടെ എല്ലുകളുടെ കരുത്ത് കുറയ്ക്കുന്നു. എല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽസ്യം പോലെ തന്നെ പ്രധാനമാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മാത്രമാണ് ശരീരം ഇത് നിർമ്മിക്കുന്നത്. ഇതിന്റെ കുറവ് ബോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നു. എല്ല് പോലെ തന്നെ പ്രധാനമാണ് പല്ലും. ഭക്ഷണത്തിലെ അസിഡിറ്റിയും പഞ്ചസാരയും പല്ലിലെ കടുപ്പമേറിയ ഭാഗമായ ഇനാമലിനെ നശിപ്പിക്കുന്നു. ബാക്ടീരിയകൾ ഈ പഞ്ചസാരയുമായി പ്രവർത്തിച്ച് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമാണ് ദന്തക്ഷയം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പീഡോഡോണ്ടിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സുചിത്ര MS. നമ്മുടെ കുട്ടികളിൽ സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് നഴ്സറികളിലും അംഗനവാടികളിലും പോകുന്ന പ്രായത്തിൽ തന്നെ അവരിൽ മറ്റൊരു ജീവിതശൈലി രോഗം വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതാണ് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് അഥവാ 6 വയസ്സിന് താഴെ കുട്ടികളിൽ ഉണ്ടാകുന്ന ദന്തക്ഷയം അഥവാ പല്ലുകളിലെ കേട് അല്ലെങ്കിൽ പോട്. തീരെ ചെറിയ കുട്ടികളിലും, അതായത് 3 വയസ്സിന് മുൻപ് തന്നെയും ഇത് ചിലപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് പല്ലുകൾക്കുള്ളിലുള്ള ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും അണുബാധയിലേക്ക് നയിക്കുകയും പല്ലുകൾക്കുള്ളിൽ പഴുപ്പ് നിറഞ്ഞ് പല്ലുകളുടെ വേരിൽ കൂടി അവ താടി എല്ലുകളിലേക്കും മുഖത്തേക്കും നീരയായി വ്യാപിക്കാം. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതശൈലി പോലെ തന്നെ കുട്ടികളുടെയും ജീവിതശൈലി മാറി. ഒന്നാമത്തെ കാരണം രാത്രിയിലുള്ള ഇടയ്ക്കിടെയുള്ള മുലയൂട്ടലോ കുപ്പിപ്പാൽ കുടിയോ ആണ്. പാൽ കുടിച്ചുറങ്ങിയാലും ഉറക്കത്തിനിടയ്ക്ക് ഉണർന്ന് വീണ്ടും വീണ്ടും പാൽ കുടിക്കുന്നത് തികച്ചും അനാരോഗ്യകരമായ ഒരു ശീലമാണ്. രാത്രിയിൽ നമ്മുടെ വായിൽ ഉമിനീർ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. അതിനാൽ തന്നെ പാൽ മണിക്കൂറുകളോളം വായിൽ തങ്ങി നിൽക്കും. കുഞ്ഞുങ്ങളുടെ വായിലെ സൂക്ഷ്മജീവികളായ ബാക്ടീരിയകളിൽ ചിലത് ആ പാല് ഭക്ഷിച്ച് ആസിഡ് ഉണ്ടാക്കും. ഈ ആസിഡ് പല്ലിന്റെ പുറത്തെ വെളുത്ത ആവരണമായ ഇനാമൽ അലിയിക്കുന്നു. അങ്ങനെ ദന്തക്ഷയം ഉണ്ടാകുന്നു. രണ്ടാമതായി, കുട്ടികളിൽ താമസിച്ചു തുടങ്ങുന്ന പല്ല് തേക്കുന്ന ശീലമാണ്. എല്ലാ പല്ലുകളും മുളച്ചു വന്നിട്ട് പല്ല് തേച്ചാൽ മതി എന്നാണ് ഇപ്പോഴും പലരും ചിന്തിക്കുന്നത്. പക്ഷേ 6 മുതൽ 8 മാസത്തോടുകൂടി ആദ്യ പല്ല് മുളച്ചു വരുമ്പോഴേ തന്നെ അവ വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ പല്ലിന്റെ പുറത്ത് പ്ലാക്ക് അഥവാ അണുക്കൾ മൂലമുണ്ടാകുന്ന ഒരു നേർത്ത ആവരണം പല്ലിന്റെ പുറത്ത് പറ്റിയിരിക്കുന്നു. ഈ പ്ലാക്കിൽ ആസിഡ് ഉണ്ടാവുകയും അവ പല്ലുകളെ ആസിഡ് ആക്രമിച്ച് പല്ലുകളിൽ ദന്തക്ഷയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശാരീരിക പ്രശ്നങ്ങളെപ്പോലെ ഗൗരവകരമാണ് കുട്ടികളിലെ മാനസികാരോഗ്യവും. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഏകാന്തതയും പഠനഭാരവും അവരെ മാനസികമായി തളർത്തുന്നുണ്ടാവാം. അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നതാണ് ഏതൊരു മരുന്നിനേക്കാളും പ്രധാനം. കുട്ടികളെ സുഹൃത്തുക്കളായി കാണാനും അവരോട് തുറന്നിടപഴകാനും ശ്രമിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ് അവരുടെ ആരോഗ്യം. കുട്ടികൾക്കായി നമുക്ക് സമയം മാറ്റിവെക്കാം. അവരുടെ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വലിയൊരു ആരോഗ്യ വിപ്ലവത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.